السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹാദരണീയരായ തലശ്ശേരിയിലെ ദീനീ സ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, മഹത്തായ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുവാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇസ്ലാഹി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലഫി മസ്ജിദും ആ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ദഅവത്ത് പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിത സക്കാത്ത് സംവിധാനങ്ങളും റമദാൻ കടന്നു വരുമ്പോഴുള്ള വിജ്ഞാനപ്രദമായ ദീനി മജ്ലിസുകളും ഇങ്ങനെ ഒട്ടനവധി സംരംഭങ്ങൾ, അത് വിപുലവും വ്യവസ്ഥാപിതവുമാക്കാൻ വിശ്വാസികളായ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി എന്ന പ്രദേശത്തിന് ചരിത്രപരമായ പൗരാണികതയുണ്ട്. നൂറ്റാണ്ടുകളുടെ, സഹസ്രാബ്ദങ്ങളുടെ നാഗരിക പഴക്കമുള്ള പ്രദേശമാണ് തലശ്ശേരി. കേരളത്തിൽ അധിനിവേശം സ്ഥാപിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിന്റെ മിഷണറി അജണ്ടകൾ ആരംഭിച്ചത് കേരളത്തിലെ 3 ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ്. 200 വർഷം മുമ്പ്, 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അതിലൊന്ന് തലശ്ശേരിയാണ്. ഇസ്ലാമിക കേരളത്തിന് ധന്യമായ കുറെ ചരിത്ര മുഹൂർത്തങ്ങളും സാംസ്കാരിക പൈതൃകങ്ങളും സമ്മാനിക്കാൻ തലശ്ശേരി എന്ന പ്രദേശത്തിന് സാധിച്ചിട്ടുണ്ട്. മലബാറിൽ, കണ്ണൂർ ജില്ലയിൽ മുസ്ലിം ഉമ്മത്തിന് അഭിമാനകരമായ ഒരു പൈതൃകമുള്ള ഭൂപ്രദേശമാണ് തലശ്ശേരി. തലശ്ശേരിയുടെ ചരിത്രപ്പഴക്കവും സാംസ്കാരിക പഴക്കവും അതോടൊപ്പം കച്ചവട വിപണന രംഗത്ത് പോലും തലശ്ശേരിയുടെ പൈതൃകം, അതിന്റെ അനുബന്ധിത പ്രദേശങ്ങളായി നമുക്ക് കോഴിക്കോട് ജില്ലയെ പോലും കാണാൻ കഴിയും. കോഴിക്കോട് നഗരത്തിലെ വലിയങ്ങാടിയിലും അതുപോലെ ടെക്സ്റ്റൈൽ വിപണന രംഗത്തുമുള്ള ഒട്ടുമിക്ക പ്രമുഖരും അവരുടെ വേരുകൾ തലശ്ശേരിയാണെന്നത് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. തലശ്ശേരി, മാഹി പ്രദേശങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തികമായ വളർച്ചയുടെ, പുരോഗതിയുടെ, വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ, മഹല്ലടിസ്ഥാനത്തിലുള്ള മതപരമായ പുരോഗതിയുടെ ഒക്കെ വളർച്ചയുടെ ഘട്ടത്തിൽ കേരളത്തിൽ തലശ്ശേരി എന്ന പ്രദേശത്തിന് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയേക്കാൾ ഒരു ജില്ലയുടെ തലമുതിർന്ന പ്രദേശമായ ചരിത്ര പൈതൃകം ഈ തലശ്ശേരിക്കുണ്ട്. ഇസ്ലാഹി നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ തലശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ, കണ്ണൂർ ജില്ലയിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ പടർന്ന് പന്തലിക്കുന്നതിന് മുമ്പ് ജില്ലയുടെ ഭാഗമായ തലശ്ശേരി നവോത്ഥാന പ്രവർത്തനത്തെ നെഞ്ചിലേറ്റുകയും അതിന്റെ ആദ്യ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഇവിടെ കൊണ്ടുവരികയും ദീനീ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ചരിത്രം ഈ പ്രദേശത്തിനുണ്ട്. തലശ്ശേരിയുടെ ഹൃദയഭാഗങ്ങളിൽ ഒന്നായ ഒരു ലൊക്കേഷനിലാണ് ഈ പ്രദേശത്തെ നിസ്വാർത്ഥരായ കുറെ പ്രവർത്തകന്മാർ ഓടി നടന്ന് കണ്ടെത്തി ഒരു ഐസ് കമ്പനി,
ആ കമ്പനിയുടെ പടച്ചതമ്പുരാന്റെ നിയോഗം എന്ന് പറയാം, അതിന്റെ മതിൽക്കെട്ടുകൾ പോലും ഖിബിലക്ക് വേണ്ടി മറിച്ചു പണിയേണ്ട ഒരു അവസ്ഥ ഇല്ലാത്ത വിധം ഏതോ ഒരു നിയോഗം പോലെ ആ കെട്ടിടം ഖിബിലമറിക്കൊത്ത് നമസ്കാരത്തിന് പാകപ്പെട്ട രൂപത്തിൽ ഒരു ചെറിയ സെറ്റപ്പിൽ തുടങ്ങി വെക്കാൻ നമുക്ക് സാധിച്ചു. അന്നു മുതൽ ഇന്ന് വരെ സജീവമായ പ്രവർത്തന സാന്നിധ്യവും പ്രബോധനപരമായ ദൗത്യങ്ങളും ഈ കൊച്ചുമഹല്ല്, ഈ നഗരത്തിരക്കിനിടയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നടത്തിവരുന്നുണ്ട്. ഇനിയും മുന്നോട്ട് സമൂഹത്തിന്റെ സംസ്കരണത്തിലും നവോത്ഥാനത്തിലും മുന്നോട്ടു പോകാൻ ഈ സലഫി മസ്ജിദിനും അതിൽ ഒരുമിച്ച് കൂടുന്ന നമുക്കും സാധിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഒരു തിങ്കളാഴ്ച മദീനത്തെത്തിയ പ്രവാചകൻ, ഖുബാ എന്ന മദീനയിലെ ഒരു ഗ്രാമത്തിലെത്തിയ പ്രവാചകൻ വെള്ളിയാഴ്ച ഏതാനും ദിവസങ്ങൾ അവിടെ തങ്ങിയിട്ട് ഉള്ളൂ. തുടർന്ന് പ്രവാചകൻ എങ്ങോട്ട് പോയി? മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയുടെ നഗരപ്രദേശത്തിലേക്ക് പുറപ്പെട്ടു. ആ ഇടവേളകളിൽ പ്രവാചകൻ അവിടെ ഒരു പള്ളി പണിതു. മസ്ജിദുൽ ഖുബാ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഖുബാ എന്ന പ്രദേശത്തിന്റെ പേരാണ്. അവിടെ ഒരു പള്ളി പ്രവാചകൻ തുടക്കം കുറിച്ചു. തുടർന്ന് മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രവാചകന്റെ ദീനിയായ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നത് ആദ്യം പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ടല്ല, അള്ളാഹുവിന്റെ ഭവനം ഉണ്ടാക്കിയിട്ടാണ്. 2 അനാഥ മക്കളിൽ നിന്ന് കാശ് കൊടുത്ത്, അവർക്ക് അർഹതപ്പെട്ട പണം കൊടുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭൂപ്രദേശം വാങ്ങുകയും ഇന്ന് നാം വിസ്മയിച്ചു പോകുന്ന അതിമനോഹരമായ മദീന അൽ മുനവ്വറ, പ്രകാശം പരത്തുന്ന മദീന എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൻ നബവി, അതിന്റെ ആദ്യത്തെ ലൊക്കേഷൻ ആ ചെറിയ പ്രദേശം 2 അനാഥ കുട്ടികളിൽ നിന്ന് വാങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദീനിന്റെ ചരിത്രത്തിന്റെ ഗതിയാണ് യഥാർത്ഥത്തിൽ മദീനയിലേക്കുള്ള ഹിജ്റയിലൂടെ മാറിയത്. മക്കത്ത് 13 കൊല്ല കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും റളിയല്ലാഹു അൻഹും അവര് മർദ്ദനവും പട്ടിണിയും കട്ടപ്പാടുകളും എല്ലാം സഹിച്ചും അനുഭവിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന സന്ദർഭത്തില് ഒരു തവണ മദീനയിലെ അൻസാരികൾ, ചെറിയ സംഘം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. ഞങ്ങൾ സഹായിക്കാം, കൂടെ നിൽക്കാം, കരുത്തു പകരാം, ആദർശത്തിന്റെ പ്രബോധന യാത്രയിൽ ഒരുമിച്ചുണ്ടാകും. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാലും. പ്രവാചകൻ പടച്ചതമ്പുരാന്റെ അനുമതിയില്ലാതെ ആ ക്ഷണം സ്വീകരിച്ചില്ല. 2ാമത്തെ അഖബ ഉടമ്പടിയിൽ വെച്ചാണ്, ബൈഅത്തിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്ക് തീരുമാനമെടുത്തത്, അള്ളാഹുവിന്റെ വഹീന്റെ വെളിച്ചത്തിൽ. ആ പുറപ്പാടിന്റെ ചരിത്രം ലോക ചരിത്രത്തിലെ ഏറ്റവും ത്യാഗപൂർണമായ ചരിത്രമാണ്. അഖബയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുമ്പോൾ ആദ്യത്തെ അൻസാരിയായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തന്റെ കൂടെയുള്ള വിരലിലെണ്ണാവുന്ന അൻസാരികളായ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തോട്, ഈ അഖബയിൽ വെച്ച് നിങ്ങൾ ആരുടെ കൈപിടിച്ചാണോ ബൈഅത്ത് ചെയ്യുന്നത്, പ്രതിജ്ഞ ചെയ്യുന്നത്, അതിനു മുമ്പ് നിങ്ങൾ 2 വട്ടം ആലോചിക്കണം. നിങ്ങൾ 2 വട്ടം ആലോചിക്കണം. ഈ കൈപിടിച്ച് നിങ്ങൾ പ്രതിജ്ഞ ചെയ്താൽ മക്കക്കാരെ നിങ്ങൾക്കെതിരാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം, മദീനക്കാരെ നിങ്ങൾക്കെതിരാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം, അറേബ്യൻ ഉപഭൂഖണ്ഡം നിങ്ങൾക്കെതിരാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അറേബ്യക്കപ്പുറത്തുള്ള 2 വൻകിട സാമ്രാജ്യങ്ങളുണ്ട്, റോമും പേർഷ്യയും. അവർ നിങ്ങൾക്കെതിരാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ലോകം മുഴുവനും ഒരുപക്ഷെ നിങ്ങൾക്കെതിരാകുമെന്ന് നിങ്ങൾ ഭയപ്പെടണം. ധൈര്യവും സ്ഥൈര്യവും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഇസ്ലാമിന്റെയും കൂടെ നിൽക്കാനുള്ള മനക്കരുത്തുമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ദൃഢപ്രതിജ്ഞക്ക്, പ്രവാചകന്റെ കരം പിടിച്ചുള്ള ബൈഅത്തിന് തയ്യാറായാൽ മതി എന്ന് പറഞ്ഞ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. അങ്ങനെ പ്രവാചകനെയും ആദർശത്തെയും നെഞ്ചിലേറ്റിയ മദീനയിലെ അൻസാരികൾ
അവരെ മദീന പള്ളി നിർമ്മാണത്തിന് ത്യാഗം സഹിച്ചു, അധ്വാനിച്ചു. ഈന്തപ്പനയോല കൊണ്ട് അതിമനോഹരമായ മസ്ജിദുൻ നബവി ആദ്യം നിർമ്മിക്കപ്പെടുകയുണ്ടായി. അതിന്റെ ചരിത്രത്തിലെ രൂപപരിണാമമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു മഹാവിസ്മയ ഗോപുരമായി മസ്ജിദുൻ നബവി നിലകൊള്ളുന്നത്. ലോകത്തെ ഏറ്റവും വലിയ അത്യന്താധുനിക സംവിധാനങ്ങളുള്ള, ആരാധനാ സൗകര്യങ്ങളുള്ള വിശാലമായ മദീന പള്ളി ആ മദീനയിലുള്ള ആളുകളുടെ മനസ്സിനെ പോലെ വിശാലമാണ്. അവിടെയുള്ള ആളുകളുടെ മനസ്സിന്റെ വിശാലത എത്രമാത്രമായിരുന്നുവോ വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിന്റെ 9-ാമത്തെ ആയത്തിൽ നടത്തിയ പ്രയോഗമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രയോഗം. വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം, മക്കത്തിൽ നിന്ന് കടന്നു വന്ന, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു വന്ന മുഹാജിറുകൾക്ക് വേണ്ടി ഈമാനും സ്വവസതിയും വീടുകളും സജ്ജമാക്കി വെച്ച അവരുടെ ഹൃദയത്തിന്റെ വിശാലത ഇന്ന് ആ മദീന പള്ളിയുടെ വിശാലത കാണുമ്പോൾ നമ്മൾ ഓർത്തുപോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അൻസാരികളുടെ ആ ഖിദ്മത്തിനെ, സേവനോത്സുകതയെ പ്രശംസിക്കുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാർട്ടി ഓഫീസിന്റെ പകരം പള്ളി പണിതത്? ഖുബായിലും അതുപോലെ മസ്ജിദ് മദീനയിലും ഒക്കെ ഇസ്ലാമിന്റെ പാർട്ടി ഓഫീസ് പള്ളി ആയതുകൊണ്ടാണ് എന്നാണ് അതിന്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരം. ഇസ്ലാമിന്റെ പാർട്ടി ഓഫീസ് പള്ളിയാണ്. ഇസ്ലാമിന്റെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, യുദ്ധം, നിർണായകമായ യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചിച്ചത് പള്ളിയിലാണ്. കോടതി പള്ളിയാണ്. ദഅവത്തിന്റെ കേന്ദ്രം, ദീനിന്റെ മാർഗത്തിൽ സത്യവിശ്വാസികളുടെ സമൂഹം ഇറങ്ങിപ്പുറപ്പെട്ടത് പള്ളിയിൽ നിന്നാണ്. ഖുർആൻ ലേണിംഗ് സ്കൂൾ സെന്റർ പള്ളിയാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് പള്ളി. സഹോദരങ്ങളെ, ഒരു മഹലിന്റെ, ഒരു സമൂഹത്തിലെ ദീനിയായ വളർച്ചയുടെ അടിസ്ഥാനം അവിടെ ഒരു പള്ളി ഉണ്ടാവുക എന്നതാണ്. നിങ്ങൾ കേരളത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. കേരളത്തിന്റെ ചരിത്രം, കോഴിക്കോട് പാളയം മൊഹീദ്ദീൻ പള്ളി, പട്ടാളപ്പള്ളിയിൽ ഖുതുബ നിർവഹിച്ച എ.കെ. അബ്ദുൽ ലത്തീഫ് മൗലവി റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഖുതുബകൾ കേട്ട് വർഷങ്ങൾക്ക് മുമ്പ് നഗരപ്രദേശത്ത് നഗരത്തിരക്കില് കച്ചവടത്തിനും ജോലിക്കുമൊക്കെയായി വരുന്ന ആളുകൾ മിനാരം കണ്ട് ഓടിക്കേറി പള്ളിയിലിരുന്ന്, മലയാളത്തിലാണ് ഖുതുബ, കിടക്കട്ടെ മലയാളത്തിലാണെങ്കിലും ഒരു ജുമാ നമസ്കാരല്ലേ, അത് നഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതി ഇരുന്ന് അവരുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങിയ തൗഹീദിന്റെ ദർശനം, ആദർശം, അതിൽ നിന്ന് വെളിച്ചം കിട്ടി അവരുടെ മഹല്ലുകളിലേക്ക് തിരിച്ചുപോയി അവരുണ്ടാക്കിയ പരിവർത്തനം, ഓരോ വ്യക്തികളും അത് പറയുമ്പോൾ വാചാലരാവുകയാണ്. ഇങ്ങനെ കേരളത്തിലെ ഒരുപാട് മഹല്ലുകളിൽ ഈ തൗഹീദിന്റെ വെളിച്ചം പകർന്നത് പള്ളി നിർമ്മാണത്തിലൂടെയാണ്. തലശ്ശേരിയുടെ ഈ നഗരത്തിരക്കിലെ ഈ മാർക്കറ്റിനും അതുപോലെ ബസ് സ്റ്റാൻഡിനും പഴയ ബസ് സ്റ്റാൻഡിനും ഒക്കെ ഇടയിലുള്ള ഈ പ്രദേശത്ത് വിപുലമായ, ഇപ്പോഴുള്ള ഈ ചെറിയ സെറ്റപ്പിന് പകരം ഒന്ന് വിപുലമായ ഒരു പള്ളി രൂപപ്പെടുകയും ആ പള്ളി കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞ ഖുർആൻ പഠനവും ദീനിയായ മറ്റ് വൈജ്ഞാനിക മജ്ലിസുകളും അതോടൊപ്പം ദീനിയായ പ്രവർത്തനങ്ങളും ജുമാ ഖുതുബയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമൊക്കെ നടക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. ഇപ്പം പല ആളുകളും പള്ളിയിലേക്ക് എത്താത്ത എന്താണ്, ജുമാക്ക് അവിടെ സ്ഥലമില്ല, പ്രയാസാണ്, ബുദ്ധിമുട്ടാണ് എന്ന പല കാരണങ്ങളാലും എത്താത്ത ആളുകളുണ്ട്. വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഈ ആരാധനാലയം വിപുലീകരിക്കപ്പെടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന മാറ്റം അത് ഖിയാമത്ത് നാൾ വരെയുള്ള മാറ്റമാണ്. സഹോദരങ്ങളെ, അത് ഈ മാസത്തെ മാറ്റമല്ല, ഈ വർഷത്തെ മാറ്റമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മാറ്റമാണ്. അതിന്റെ പിന്നിൽ പങ്കാളികളാകാൻ, സമ്പത്തിന്റെയും ശരീരത്തിന്റെയും വിഹിതം കൊടുത്ത് പങ്കാളികളാകാൻ കഴിയുക എന്നത് അത് ദീനിയായ ജീവിതത്തിലെ ഒരു മനുഷ്യന് കിട്ടാവുന്ന മഹത്തായ പ്രതിഫലാർഹമായ ഒരു അവസരമാണ്, ഒരു ചാൻസാണ്. അങ്ങനെയാണ് സത്യവിശ്വാസികൾ അതിനെ കാണേണ്ടത്. നമ്മള് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകും. ഒന്നും ദുനിയാവിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്നില്ല. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് പുറപ്പാട്. 3 കഷ്ണം തുണി എന്ന് നമ്മൾ പേരിന് പറയാ. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ കബറ് കളച്ചു നോക്കിയാൽ അതും ഉണ്ടാവില്ല, 3 കഷ്ണം തുണി ഉണ്ടാവില്ല. ഒന്നുമില്ലാത്ത ആ നഗ്നതയോടുകൂടിയുള്ള മടക്കവും നഗ്നമായ ഉയർത്തെഴുന്നേൽപ്പും അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇദൽ ഖുബൂർ ബുഅ്സിറ, ഖബറുകളിൽ നിന്ന് പുറത്തെടുക്കുന്ന മനുഷ്യൻ ആകെക്കൂടി ആശങ്കാകുലനാകുന്നത് അവന്റെ കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് അവന്റെ പ്രവർത്തനങ്ങളെ
വിശദീകരിച്ചത് അണുതൂക്കം തൂക്കി നോക്കും അല്ലാഹു കർമ്മഫലങ്ങളെ, പ്രവർത്തനങ്ങളെ. അവിടെ സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? സഹോദരങ്ങളെ, ചിന്തിക്കുക. അതിൽ പരമപ്രധാനമാണ് പള്ളി നിർമ്മാണം. മനുഷ്യരുടെ ഹിദായത്തിന്റെ കേന്ദ്രമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയെ കണ്ടത്. അതുകൊണ്ടാണല്ലോ പ്രവചനാത്മകമായ പ്രവാചകന്റെ പ്രസിദ്ധ ഹദീസ്, ഇസ്ലാം അതിന്റെ പേരിലും ഖുർആൻ അതിന്റെ അക്ഷരങ്ങളിലും ഒതുക്കപ്പെടുന്ന ഒരു കാലം വരാനിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപകടകരമായ പല മുന്നറിയിപ്പുകളും ഈ സമുദായത്തിന് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഈ പ്രവചനാത്മകമായ ഹദീസുകളൊന്ന് സവിശേഷമായി ക്ലാസ് എടുക്കേണ്ടതന്നെ, പഠിക്കേണ്ടതന്നെ. അപകടകരമായി ഈ ഉമ്മത്തിന് സംഭവിക്കുന്ന അവസ്ഥകളെപ്പറ്റി പ്രവാചകൻ വഹയിന്റെ വെളിച്ചത്തിൽ വിരൽ ചൂണ്ടിയിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ്, ഒരു കാലം വരും അന്ന് ഇസ്ലാം അതിന്റെ പേരിലും ഖുർആൻ അതിന്റെ അക്ഷരങ്ങളിലും ഒതുക്കപ്പെടുന്ന കാലം. മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ. ആ ഹദീസ് പ്രവാചകൻ പൂർത്തിയാക്കിയത് അങ്ങനെയാണ്. പള്ളികളിൽ അന്ന് ആളുകൾ ഉണ്ടാകും, പള്ളികൾ ജനനിബിഡമാകും. വഹിയ ഖറാബും മിനൽ ഹുദാ. എന്നാൽ ഒരു ഹിദായത്തിന്റെ വെളിച്ചവും സന്മാർഗത്തിന്റെ ശോഭയും അത് പള്ളിയുടെ പരിസരങ്ങളിൽ വ്യാപിക്കുകയില്ല. എന്താ കാരണം? അവിടെ വെള്ളിയാഴ്ച ചെന്നാലും അവിടെ നബാത്തി ഖുതുബായിരിക്കും. അതന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവചനത്തിന്റെ ഒരു വ്യാപ്തി നോക്കൂ നിങ്ങൾ. പള്ളിയിൽ ജുമാക്ക് വന്നിരുന്നിട്ടും എന്തോ അറബിയിൽ കേട്ടിട്ട് ഒന്നും തിരിയാതെ, മനസ്സിലാകാതെ, ഒരു തസ്കിയത്തും ഇല്ലാതെ, ഒരു തെർബിയത്തും ഇല്ലാതെ പിരിഞ്ഞു പോകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനനിബിഡമായ പള്ളികൾ നമ്മുടെ കേരളത്തിലില്ലേ? ചിന്തിച്ചു നോക്കൂ. വേദനയാണ് നമുക്കത് ആലോചിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ അവരുടെ ഭാഷയിൽ ഖുതുബ നിർവഹിച്ചു, സംസാരിച്ചു, ഉത്ബോധിപ്പിച്ചു. പല കാര്യങ്ങളും ഓരോ ആഴ്ചയിലും ദീനിയായ പല ക്രൈസിസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുമായി പങ്കുവെച്ചത് ജുമാ ഖുതുബയിലൂടെയാണ്. ഖലീഫമാര് 4 ഖലീഫമാരും ജുമാ ഖുതുബയിൽ മിമ്പറിനെ ഏറ്റവും കൂടുതൽ സാമൂഹിക മാറ്റത്തിന് വേണ്ടി, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. മിമ്പറുകളാണ് ഇസ്ലാമിന്റെ ദീനിന്റെ ഹയാത്തായിട്ടുള്ള അവസ്ഥകളിൽ ഏറ്റവും ശക്തമായ മേഖല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥക്ക്, മതപരമായ പിന്നോക്കാവസ്ഥക്ക് മിമ്പറുകൾ ജനങ്ങൾക്ക് തിരിയാത്ത ഭാഷയിലാക്കി മാറ്റപ്പെട്ടു എന്ന ചരിത്രപരമായ ദുരന്തം തന്നെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ. കാരണം വെള്ളിയാഴ്ച ഒരു ജുമാ ഈ ഉമ്മത്തിന് അതിന്റെ തിരിയുന്ന ഭാഷയിൽ ഉത്ബോധനമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുമായിരുന്നു. ഇന്നും പണ്ട് കാലത്ത് ഏറ്റവും പഴക്കമുള്ള മഞ്ചേരി പോലെയുള്ള പള്ളികളുണ്ടല്ലോ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളിൽ ഇപ്പോഴും മലയാളത്തിൽ ഖുതുബണ്ട്. കാരണം എന്താ? വെള്ളിയാഴ്ച എന്ന് പറയാൻ യോമിൽ ജുമാ എന്ന അറബിയിൽ അതിന് പറയുന്നേ. യോമിൽ ജുമാ സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ദിവസം എന്നാണ് ഭാഷാപരമായ അതിന്റെ വിശദീകരണം. സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ദിവസം വെള്ളിയാഴ്ച. എന്തിനാ ഒരുമിച്ച് കൂടുന്നത്? ലോഹറസ്കരിക്കാനല്ല. അത് ഖസ്ർ ചെയ്തു, ചുരുക്കി. ആ 2 റക്അത്ത് അങ്ങോട്ട് ചുരുക്കിയിട്ട് 10, 20, 25 മിനിറ്റിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ ഉത്ബോധിപ്പിച്ചു. രണ്ടാമത്തെ പ്രവാചകന്റെ ഖുതുബയെ പറ്റിയുള്ള റിപ്പോർട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തെ പറ്റി പറഞ്ഞു, പരലോകത്തെ പറ്റി ധാരാളമായി വിശദീകരിച്ചു. ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഉത്ബോധിപ്പിച്ച് ആഴ്ചക്ക് സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ദിവസത്തെ ദീനിയായ സംസ്കരണത്തിന്റെ ദിവസമാക്കി മാറ്റി. എവിടെയാണ് ഉമ്മത്തിന്റെ സംസ്കരണം? എവിടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കരണം? ഈ സംസ്കരണ പ്രവർത്തനങ്ങളാകെ തലകീഴായി മറിഞ്ഞത് മിമ്പറുകളിലുള്ള ഉത്ബോധനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. തിരിച്ചുകൊണ്ടുവന്നു ഇസ്ലാഹി നവോത്ഥാന പ്രസ്ഥാനം, തിരിച്ചറിവോടുകൂടി തിരിച്ചുകൊണ്ടുവന്നു. പള്ളികൾ നിർമ്മിച്ചു, മഹല്ലുകളിൽ മിമ്പറുകൾ കേന്ദ്രീകരിച്ച് മാറ്റമുണ്ടാക്കി. സംസ്കരണ പ്രവർത്തനങ്ങൾ വെള്ളിയാഴ്ചയിലെ 20, 25, 30 മിനിറ്റ് ആണെങ്കിലും അത് ഉജ്ജ്വലമായിരുന്നു. ജനങ്ങൾ ദീൻ പഠിക്കാൻ ജനങ്ങൾ ഒരുമിച്ചുകൂടി. ഉള്ളിന്റെ ഉള്ളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടി. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികൾക്ക് നൽകിയ ദുനിയാവിലെ ഏറ്റവും വലിയ വാഗ്ദാനം ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയാ മാ ഫീഹാ എന്ന വാഗ്ദാനമാണ്. ആര് നിങ്ങളിൽ ഒരാള് കാരണം ഹിദായത്തിലേക്ക് എത്തിയോ, പടച്ചോന്റെ സന്മാർഗത്തിന്റെ വെളിച്ചം ഒരു മനുഷ്യന്റെ ഖൽബിലേക്ക് കനിഞ്ഞിറങ്ങിയോ, അതിന് നിങ്ങൾ കാരണമായോ, അത് നിങ്ങൾക്ക് ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ നേട്ടമാണ്, മെച്ചമാണ്, ലാഭമാണ്. ആ കച്ചവടം നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മനുഷ്യരുടെ ഹിദായത്തിന്റെ
വിലയാണത്, അമൂല്യതയാണത്. പള്ളികളിൽ, മിമ്പറുകളിൽ അത് സാധിച്ചു, അത് സംഭവിച്ചു, യാഥാർത്ഥ്യമായി. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റ് മുഴുവനും ആഞ്ഞടിച്ചത് മിമ്പറുകളിൽ നിന്നാണ്, പള്ളികളിൽ നിന്നാണ്, ഉത്ബോധനങ്ങളിൽ നിന്നാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രയോഗവൽക്കരണമായിരുന്നു അവിടെ യാഥാർത്ഥ്യമായത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയെ തൊട്ട് പെണ്ണുങ്ങളെ നിങ്ങൾ തടയരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളായി. എന്താ നമ്മളെ സ്ത്രീകളെ തസ്കിയത്തിന്റെയും തർബിയത്തിന്റെയും ഇസ്ലാമിക ബോധത്തിന്റെയും അവരുടെ ഇസ്ലാമിക വസ്ത്രത്തിന്റെയും ഇസ്ലാമിക സംസ്കാരത്തിന്റെയും അവസ്ഥ എന്തായിരുന്നു? അവരുടെ അടുക്കളയുടെ ഉള്ളിലാണ് അവരുടെ ജീവിതം. പുറത്ത് കൊല്ലത്തിലൊരിക്കല് റമദാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള പാതിര വാളാണ് അവരുടെ അഭയം. കൊല്ലത്തിലൊരിക്കല് 360 ദിവസം പിന്നിടുമ്പോൾ 5-6 ദിവസം കിട്ടുന്ന ഒരു വയല് കൊണ്ട് ഒരു പെണ്ണിന്റെ ഈമാനിനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമോ സഹോദരന്മാരെ? ഒരു പെണ്ണിന്റെ ഈമാനിനെ. അതല്ലാതെ എന്താണ് നമ്മളെ സ്ത്രീകൾക്ക് പണ്ട് കാലത്ത് കിട്ടിയത്? പാതിര വയല്, ഉറക്കം തൂങ്ങുന്ന സമയത്ത് തുടങ്ങണ വയല്. ഇതായിരുന്നു അന്ന് സ്ത്രീകളെ ആകെയുള്ള ദീനിയായ ഉത്ബോധനത്തിനുള്ള ഒരു അവസരം കാതോർക്കാൻ. എന്താ മനുഷ്യന്റെ കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഈമാന്, പിന്നെ കുഫറും അങ്ങനെ ഇളകി മറിയും. അതിനെ ഈമാനിനെ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ നിരന്തരമായ ഫദക്കിർ ഇന്നഫഅതി ദിക്റ, തുടർച്ചയായ ഉത്ബോധനത്തിന്റെ നൈരന്തര്യം വേണം. ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസം ഉള്ള ഖൽബിൽ ഈമാനുള്ളവർക്ക് യഥാർത്ഥത്തിൽ ഈ ഉത്ബോധനം ഉപകരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആന്റെ ആയത്താണ്. സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കിയ മാറ്റം അപാരമാണ്, അനുഗ്രഹീതമാണ്. സ്ത്രീകൾ കാച്ചിയും തട്ടവും പഴയ പൗരാണികമായ അദബില്ലാത്ത, ഇസ്ലാമികമല്ലാത്ത, വിജ്ഞാനമില്ലാത്ത അവരുടെ വസ്ത്രവും ജീവിതവും അവസ്ഥയും സംസ്കാരവും ഒക്കെ മാറി അവർ പർദ്ദയിലേക്കും മഫ്തയിലേക്കും ഇസ്ലാമിക ബോധത്തിലേക്കും ഖുർആൻ പഠനത്തിലേക്കുമൊക്കെ ഉയർത്തെഴുന്നേറ്റു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷരയായതുകൊണ്ട്, ഖുർആൻ പഠിച്ചതുകൊണ്ട്, പ്രവാചകന്റെ കൂടെ ലേണിംഗ് ക്ലാസ്സിൽ പോയതുകൊണ്ട്, വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് അവര് ലോകത്തിന് മുമ്പിൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ലിഖിതമാക്കി അവരുടെ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തപ്പെട്ടു. അതുകൊണ്ട് ഉമ്മത്തിന് വെളിച്ചം കിട്ടി. അതേപോലെ നമ്മൾ സ്ത്രീകൾ സാംസ്കാരികമായി മതപരമായി വളർന്നതിൽ പള്ളികളും അതിലെ മിമ്പറുകളും വഹിച്ച പങ്ക് വലുതാണ്. സഹോദരന്മാരെ, നമ്മൾ ദീനിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നമ്മൾ പരലോകം എന്ന ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, സ്വതക്കത്തുൻ ജാരിയ, എന്നെന്നും ഖബറിൽ കിടക്കുമ്പോൾ പോലും രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ സുഗന്ധം പരത്തുന്ന കാഴ്ചകൾ കണ്ട് ബർസഖി ജീവിതം നയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിനപ്പുറത്തുള്ള അനശ്വര ലോകത്ത് പടച്ചതമ്പുരാന്റെ തുലാസ് തൂങ്ങുമ്പോൾ, കർമ്മങ്ങളുടെ തുലാസ് തൂങ്ങുമ്പോൾ, നന്മ തിന്മകളുടെ തുലാസ് തൂങ്ങുമ്പോൾ, നൂറുകണക്കിന് ആളുകൾ താൻ കൊടുത്ത 1 സെന്റ് സ്ഥലം, ഒരു മുസല്ലയുടെ സ്ഥലം, 1000-ഓ 10,000-ഓ 5,000-ഓ നിർബന്ധദാനമായ സക്കാത്ത് പോലും സഹോദരങ്ങളെ, അത് പടച്ചോനുള്ളതാ. നിർബന്ധദാനമായ സക്കാത്തിന്റെ വിഹിതം പോലും പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താം. പരിപാലനത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിന് ഫീ സബീലില്ലാഹ് സക്കാത്തിന്റെ അവകാശം ആർക്കൊക്കെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത് ദീനിന്റെ ആദർശ ഗോപുരം പടുത്തുയർത്തപ്പെടുന്ന അല്ലാഹുവിന്റെ മാർഗത്തിൽ പെടും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ആ വിഹിതം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിവെക്കുന്നുവെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന മാറ്റം, വിപുലമായ പള്ളിയും സൗകര്യവും മിമ്പറും ഖുതുബയും ലേണിംഗ് ക്ലാസുകളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ദീനിയായ ആ ഉത്കർഷയും, അതിലൊക്കെ പടച്ചതമ്പുരാൻ അതിന്റെ കൂലി വിശ്വാസികൾക്ക് രേഖപ്പെടുത്തുകയാണ്. സൂറത്തു യാസീൻ ഇന്നാ നഹ്നു നുഹിയൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, അവരുടെ ജനിമൃതികളെ, ജീവിതത്തെയും മരണത്തെയും പടച്ച റബ്ബ്, സംവിധാനിച്ച റബ്ബ്, വനക്തുബു, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു രേഖപ്പെടുത്തും. നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും ഒന്നും പടച്ചോൻ വിടൂല, അതൊക്കെ രേഖപ്പെടുത്തും. ആഹാറഹും, അതിന്റെ അനന്തരഫലവും രേഖപ്പെടുത്തുന്ന. എന്താ മുഫസ്സിറുകൾ അതിന് നൽകുന്ന വിശദീകരണം? സൂറത്തു യാസീന്റെ ആയത്ത് നമുക്ക് മനപ്പാടാം. എന്താ മുഫസ്സിറുകൾ അതിന് നൽകുന്ന വിശദീകരണം? ഒരു മനുഷ്യൻ അങ്ങാടിയിലെത്തി, ബാങ്ക് വിളിച്ചു കേട്ടു, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ സ്വലാഹ്, വിജയത്തിലേക്കുള്ള വിളി, ഇബാദത്തിലേക്കുള്ള വിളി കേട്ടു. അടുത്തുള്ള പള്ളിയിൽ ഓടിച്ചെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓടിച്ചെന്ന് പള്ളിയിലിരുന്ന്, അത് തലശ്ശേരിയിലെ പള്ളിയാ, മാർക്കറ്റിന്റെ അടുത്തുള്ള ഈ പള്ളിയാ, സലഫി മസ്ജിദാ, അവിടെ ഇരുന്ന് ഖുത്ബ പറയുന്ന മൗലവി ഖുത്ബ പറഞ്ഞു. അന്നത്തെ വിഷയം നമസ്കാരത്തിന്റെ പ്രാധാന്യം,
രണ്ടാമത്തെ ഖുതുബയിൽ സ്ത്രീകളുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ പ്രാധാന്യം ഈ മനുഷ്യൻ ആദ്യമായാണ് അത് കേൾക്കുന്നത്. അങ്ങനെ ഒരു തൗഫീഖ് ആ മനുഷ്യന് ലഭിച്ചു. അങ്ങനെ കേട്ടു. അയാൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. സ്വന്തം കുടുംബത്തിൽ മാറ്റമുണ്ടാക്കി. കൃത്യമായി നമസ്കാരം, ജുമാ നിസ്കാരം മാത്രമേ ഉള്ളായിരുന്നു. ഫർള് നമസ്കാരം തുടങ്ങി. മക്കളെ നിസ്കരിപ്പിക്കാൻ തുടങ്ങി. ഭാര്യ നിസ്കരിപ്പിക്കാൻ തുടങ്ങി. കുടുംബത്തിൽ മുഴുവൻ ദീനിയായ അവസ്ഥ ഉണ്ടായി. ഇത് ഖത്തീബ് പറഞ്ഞോ? ഇതൊന്നും ഖത്തീബ് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ പള്ളി എടുത്ത ആള്, പള്ളിക്കൊരു മുസല്ല കൊടുത്ത ആള്, ആ മുസല്ലക്ക് സ്ഥലം കൊടുത്ത ആള്, അതിന് 10,000-ഓ 20,000-ഓ 50,000-ഓ ലക്ഷമോ കൊടുത്ത ആള് അറിഞ്ഞോ? ഇല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന വനക്തുബു മാ ഖദ്ദമു വആസാറഹും. ഒരു മനുഷ്യന അവൻ സദഖത്തുൽ ജാരിയെ നിലനിൽക്കുന്ന ദാനമായി അവൻ പ്രവർത്തിച്ച് നൽകിയാൽ, ചെയ്താൽ, കൊടുത്താൽ അതിന്റെ ആധാറും അവനുള്ളതന്നെ, അതിന്റെ അനന്തരഫലം അവന് കിട്ടും. എത്രയാണ് അതിന്റെ പ്രതിഫലം? എത്രയെത്ര ആളുകളാണ് ഒരു പള്ളി മുഖേന ഹിദായത്തിലാകുന്നത്. അതിന്റെ ഫൗണ്ടേഷനും നിർമ്മാണത്തിനും റിനോവേഷനും നിർമ്മാണത്തിനും ഒക്കെ പങ്കാളിയാവുക എന്ന് പറഞ്ഞാൽ അത് മഹത്തായ പ്രതിഫലാർഹമായ ഒരു സംഗതിയായി നമ്മൾ നെഞ്ചിൽ ഉൾക്കൊള്ളണം സഹോദരന്മാരെ. മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവൻ സംസ്കരണവും പുരോഗതിയും പള്ളിയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെത്തിയപ്പോൾ ആദ്യം ആ പള്ളി നിർമ്മാണം ആരംഭിച്ചത്. അതുകൊണ്ടാണ് പ്രവാചകൻ ഒരു കാലം വന്നാൽ ഹിദായത്തിന്റെ വെളിച്ചമില്ലാത്ത പള്ളികളും ഉണ്ടാകുമെന്ന് പ്രവചിച്ചതും. നാം ചിന്തിക്കുക, വിലയിരുത്തുക. ഈ മഹാപുണ്യത്തിൽ നമ്മൾ പങ്കാളികളായി തീരുക. ഈ മഹാപുണ്യത്തിൽ നമ്മൾ പങ്കാളികളായി തീരുക. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനമായി നമ്മൾ പള്ളിയെ കാണുക. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉള്ള ഈ മഹാദൗത്യത്തിൽ നമ്മൾ അണിചേരുക. ഓരോരുത്തർക്കുമുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ മാത്രം ഇതിൽ പങ്കാളികളായാൽ പോരാ. നമ്മളെ കുടുംബത്തില് ഗൾഫിലുള്ള മക്കളുണ്ടാവും, അവര് സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, സദക്ക കൊടുക്കുന്നുണ്ടാവും. മകനെ ഫോൺ വിളിക്കുക, ബന്ധുക്കൾ ഉണ്ടെങ്കിൽ വിളിക്കുക. നമ്മളുടെ കെയർ ഓഫ് പടച്ചോൻ, നമ്മളുടെ കെയർ ഓഫ്, നമ്മൾ നിമിത്തമായിട്ട് എന്തെങ്കിലും ആരെക്കൊണ്ടെങ്കിലും ഒക്കെ 5, 10, 50 എത്രയാണ് തരാൻ സാധിക്കുന്നവരെ കിട്ടുമെങ്കിൽ ഒരു ഫോൺ വിളിയാണ്. ചിലപ്പോൾ അതിന് 5, 10, 50 ഉറുപ്പിക ചെലവുണ്ടാകാം. അവര് നിയ്യത്ത് ചെയ്യുക. റമളാനാണ്, ആളുകള് കൽബുരുകി ദാനം ചെയ്യുന്ന സമയമാണ്. ഈ സന്ദർഭത്തിലെ നെയ്യത്ത് അതങ്ങനെ ഒറ്റക്കെട്ടായി കൊടുക്കണമെന്നില്ല. അത് ഘട്ടം ഘട്ടമായി നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ഘട്ടം ഘട്ടമായി നിർമ്മാണ പ്രവർത്തനത്തിനനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇതിന്റെ കണ്ണികളായി തീരുക, പ്രവർത്തകന്മാരായി തീരുക. ഇതിൽ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മളുടെ വിളിപ്പാടകലെയുള്ള എല്ലാവരെയും നമ്മൾ ഇതിൽ കണ്ണി ചേർക്കുക. തരുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. ഗൾഫിലൊക്കെ പല ഷേഖന്മാരും ഇവിടെയും കഫീലായിട്ട്, നമ്മളെ മലയാളികളുടെയൊക്കെ കഫീലുമാരായ ഷേഖന്മാരുണ്ടാവും. പള്ളിയാണ്, നിർമ്മാണമാണ് അവർക്ക് വലിയ താല്പര്യമാണ്. ഭയങ്കര നോക്കി, മിഡിൽ ഈസ്റ്റിലെ അറബ് പ്രദേശത്തെ നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു പോയിന്റാണത്. അവര് വേറെ ഒരു പ്രവർത്തനത്തിനും അവർക്ക് പള്ളിക്ക് കൊടുക്കുന്ന അത്ര ആവേശമില്ല. ഇപ്പൊ പല ദഅവാ സെന്ററുകളും മറ്റെല്ലാ കാര്യങ്ങളെക്കാളും അവർക്ക് ആവേശം അള്ളാഹുവിന്റെ ഭവനത്തിനാണ്. കാരണം അവിടെ വന്ന ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുക. വമാ ഖലഖ്ത ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ഭൂമുഖത്ത് അടിസ്ഥാനപരമായി മനുഷ്യൻ നിർവഹിക്കേണ്ട ധർമ്മം റബ്ബിനുള്ള ഇബാദത്താ. അതിനുവേണ്ടി ഒരു മനുഷ്യൻ തയ്യാറായി വരുന്നതിന്റെ പുണ്യം അവർക്ക് നല്ല തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് പള്ളിയാണോ അവർ കൊടുക്കും, ധാരാളമായി കൊടുക്കും. അങ്ങനെ കഫീലുമാരൊക്കെയുള്ള ആളുകളൊക്കെയായി ബന്ധപ്പെടുക. ആ ഗൾഫ് കോണ്ടാക്റ്റിലൂടെ, ബന്ധങ്ങളിലൂടെ. ഇന്ന് മുതൽ ഈ നിർമ്മാണ പ്രവർത്തനം ഇതാ ജമഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ സാരഥി ജമാലുദ്ദീൻ ഫാറൂഖ് ഇവിടെ നിർവഹിക്കുക. ഇന്ന് മുതൽ നമ്മൾ ഇതൊരു ജിഹാദായി കണ്ടിട്ട് നമ്മുടെ ഖൽബിന്റെ ഉള്ളിലെ പരിശ്രമത്തിന്റെ ഭാഗമായി സകല കോണ്ടാക്റ്റുകളും, വ്യക്തിബന്ധങ്ങളും, സുഹൃത്ത് ബന്ധങ്ങളും, കുടുംബ ബന്ധങ്ങളും എല്ലാം ഇതിനോട് കണ്ണി ചേർത്തിട്ട് ഈ റമളാനിൽ അവശേഷിച്ച 10 തന്നെ നമ്മുടെ ബന്ധുക്കളെ കൊണ്ടും വേണ്ടപ്പെട്ടവരെ കൊണ്ടും നമ്മൾ നിയ്യത്ത് ചെയ്യിപ്പിച്ചിട്ട് ഇതാ എന്റെ കെയർ ഓഫിൽ 50. 1, 2 വരട്ടെ. പടച്ചോന്റെ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഖുർആനിന്റെ ആയത്തോതി, മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉത്തമമായ കടം കൊടുക്കാൻ ആരുണ്ട്? ഫയുളൈഫു ലഹു, അല്ലാഹു ഇരട്ടി കൊടുക്കും എന്ന ഓഫർ നിങ്ങൾ അവർക്ക് നൽകുക. ഖുർആനിന്റെ ആയത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹുവിന്റെ ദീനിന്റെ ഈ മഹാസംരംഭം അള്ളാഹു എളുപ്പമാക്കി തീർക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും സക്കാത്തും സദഖയും കൊടുക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ഖൽബുകളെ ഈ മഹാഭവനത്തിൽ, ഈ ദീനിയായ ഭവനത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഇബാദത്തെടുക്കുന്ന ഈ പുണ്യകരമായ ഈ മഹാസൗദത്തിന്റെ നിർമ്മാണത്തിന്, പടച്ചോന്റെ വീടിന്റെ നിർമ്മാണത്തിന് പങ്കാളിയാകാൻ അള്ളാഹു അവരുടെ ഖൽബിനെ വിശാലവും സമ്പത്തിനെ ഉദാരവുമാക്കി കൊടുക്കുമാറാകട്ടെ. ദീനിയായ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനമായി അള്ളാഹു ഈ മഹലിനെയും പള്ളിയെയും മാറ്റുമാറാകട്ടെ. ഒരുപാട് മനുഷ്യർക്ക് അള്ളാഹു ഇതുവഴി ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഖബറിൽ കിടക്കുന്ന മരിച്ചുപോയ പലരുടെയും വിയർപ്പും അധ്വാനവുമാണ് ഈ ഒരവസ്ഥ തന്നെ. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം, അനുഗ്രഹീതമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഈ ദീനിയായ സംരംഭത്തിന് പടച്ച തമ്പുരാന്റെ സഹായത്തിന്റെ തണലുണ്ടാകുമാറാകട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ ജമാലുദ്ദീൻ മൗലവി അദ്ദേഹത്തിന് പെട്ടെന്ന് പോകാനുണ്ട് എന്നറിയിച്ചതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ നോട്ടീസ്, ആ നോട്ടീസിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നിർമ്മാണത്തിൽ കൊടുക്കാവുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും എഴുതുക. ഞാൻ പറയുന്നു, ഇവിടെയുള്ള നിങ്ങളുടെ മാക്സിമം എഴുത്ത് സത്യത്തില് നമ്മുടെ വീട്ടിന്റെ ഉമ്മറത്തെ അടുക്കള വാതിലുണ്ടല്ലോ, അത് നമ്മൾ വില കുറഞ്ഞ വാതിലാ വെക്കുക. മുന്നിലെ വീട്ടിലെ വാതിലിന് എത്ര റുപ്യാവും? 10, 15, 20, 25 ഒക്കെ അപ്പം മരത്തിന്റെ ഒക്കെ വില. ആ രീതിയിൽ നമ്മളുടെ വീടിന്റെ വാതില് നമ്മളൊന്ന് ഫിക്ർ ചെയ്യുക, ചിന്തിക്കുക. അതിലപ്പുറത്താണ് റബ്ബിന്റെ ഭവനമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എഴുതി. അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഫറൂഖി നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷകരമായ, പ്രാധാന്യമർഹിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇതിന് സാക്ഷികളാവാനും പങ്കുചേരുവാനും നമ്മുടെ സമയവും സമ്പത്തും ഊർജവുമെല്ലാം നീക്കിവെക്കുവാനും നാം സ്വീകരിച്ചിരിക്കുന്ന ഈ നല്ല നിയ്യത്ത് തന്നെയും ഒരു പ്രതിഫലാർഹമായ സൽപ്രവർത്തനമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ ഇത്തരത്തിലുള്ള നിയ്യത്തും ഇതിനെ തുടർന്നുണ്ടാവുന്ന പള്ളിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങളും അതിൽ നമ്മൾ നടത്തുന്ന നമ്മളുടെ പങ്കാളിത്തവുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരു പള്ളിയുടെ പ്രാധാന്യം ബഹുമാനനായ ബഷീർ പട്ടേൽത്താഴം സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളിക്ക് ചരിത്രപരമായ പ്രാധാന്യവും ദഅ്വപരമായ പ്രാധാന്യവും സംസ്കരണപരമായ പ്രാധാന്യവും എല്ലാം കൂടി ഒത്തുചേർന്നുള്ള ഒരു പാരമ്യതയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പള്ളികൾ, പ്രത്യേകിച്ച് നവോത്ഥാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാഹി മേഖലയിലുള്ള പള്ളികളെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്ഥാപിതമായ 10 പള്ളികൾ കേരളക്കരയിലായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരും കൊല്ലത്തും കൊയിലാണ്ടിയിലും ധർമ്മടത്തിലും ശ്രീകണ്ഠപുരവും ഏഴിമലയും അതുപോലെ ഭട്കലും മംഗലാപുരവും ചാലിയവും ഒക്കെയായിരുന്നു ആദ്യത്തെ പള്ളിയുടെ 10 കേന്ദ്രങ്ങൾ. അത് ഒരുപക്ഷെ ആ പള്ളികൾ ഇന്ന് ആ രൂപത്തിൽ ഉള്ള സ്ഥലങ്ങൾ വളരെ വിരളമായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദഅ്വാ പ്രവർത്തനങ്ങളാണ് പിന്നീട് കേരളത്തിൽ ഉടനീളം സജീവമായ മുസ്ലിം സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്തു. നാം ഇവിടെ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം ഒരു മഹത്തായ ദൗത്യമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ആജീവനാന്ത പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യം, മരിച്ചാലും അവസാനിക്കാത്ത ഒരു സൽപ്രവർത്തനം. മരണം മനുഷ്യരായ നമുക്ക് മാത്രമേയുള്ളൂ. സൽപ്രവർത്തനങ്ങൾക്ക് മരണമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ അനശ്വരമായിരിക്കും. നാം ജീവിച്ചാലും മരിച്ചാലും പരലോകത്തേക്ക് എത്തുന്നത് വരെയും ആ പ്രവർത്തനങ്ങൾ നമുക്ക് അകമ്പടി നൽകിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ ഇന്നും നാളെയുമായി തീരുന്നതല്ല.
തലമുറകളിലേക്ക് അത് നീണ്ടുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ഹിദായത്ത് കിട്ടുന്നവരുടെ പ്രാർത്ഥന, അതിലൂടെ നന്മയിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥന, ആ പള്ളിയിൽ നിന്നും അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം ലഭിച്ച ആളുകളുടെ സന്മനസ്, ഇതിന്റെ എല്ലാം ഒരു വിഹിതം അവർക്ക് ഒട്ടും നഷ്ടം സംഭവിക്കാതെ തന്നെ ഇതിന്റെ തുടക്കക്കാരന്, ആദ്യ രംഗത്ത് പ്രവർത്തിച്ച ആൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് മാത്രമല്ല, പള്ളിയോട് നമുക്ക്, അതായത് വിശ്വാസികൾക്ക് ഒരു പ്രത്യേകമായ ഹൃദയ ബന്ധം ഉണ്ടാവണം എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു കേന്ദ്രങ്ങളോടില്ലാത്ത ഒരു ആത്മീയ ബന്ധം, നമ്മുടെ വീടിനോടും നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളോടും നമ്മുടെ ബന്ധുമിത്രാദികളോടും ഒന്നുമില്ലാത്ത ഒരു ഹൃദയബന്ധമാണ് ഒരു മുസൽമാന് പള്ളിയുമായി ഉണ്ടാവേണ്ടത്. ആ ഹൃദയബന്ധം ഒരു വൈകാരിക ബന്ധമാണ്. ഈമാനിന്റെയും ഭക്തിയുടെയും പടച്ചവനെ പറ്റിയുള്ള പേടിയുടെയും എല്ലാം ഒരു പ്രകടനമായിരിക്കും ആ ബന്ധം നിലനിൽക്കുക. എന്ന് മാത്രമല്ല, ആ ബന്ധം പരലോകത്ത് മുന്തിയ പരിഗണനയോടുകൂടി അള്ളാഹു പ്രത്യേകമായി സ്വീകരിക്കും എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ഒരു 7 വിഭാഗം ആളുകളെ എടുത്തു പറയുകയുണ്ടായി. അതിൽ ശ്രദ്ധേയമായ ഒരു വിഭാഗം വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, പള്ളിയുമായി ഹൃദയബന്ധം സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. പള്ളിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ നല്ല നല്ല ചിന്തകളാണ്. മനസ്സിന് നിർമ്മലമാക്കാൻ ആവശ്യമായ, ഭക്തി നിറച്ചുവെക്കാൻ ആവശ്യമായ വെളിച്ചമാകുന്നു പള്ളിയിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ വൈപുല്യം പറയുകയും ആ പ്രകാശത്തിന്റെ മഹത്വം വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു വാക്ക് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഭൂലോകത്ത് ഭൂമിയിലാകമാനം നിർമ്മിക്കുവാനും ഉയർത്തിയുണ്ടാക്കുവാനും അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്ന, നിശ്ചയിച്ചിരിക്കുന്ന ചില ഭവനങ്ങൾ എന്ന് എടുത്തു പറയുകയുണ്ടായി. ആ ഭവനങ്ങളിലാണ് അള്ളാഹുവിന്റെ വെളിച്ചം നിലകൊള്ളുന്നത്. അത് വിശ്വാസത്തിന്റെ പേരിൽ, ആരാധനകളുടെ സാന്നിധ്യത്തിൽ, സംസ്കരണ പ്രവർത്തനങ്ങളുടെ നിറവിലെല്ലാം ആ വെളിച്ചം ഇരട്ടി വെളിച്ചമായി നിലകൊള്ളും എന്നുകൂടി ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഇത്തരം ഒരു വെളിച്ചം അള്ളാഹുവിൽ നിന്നും ഒരാൾക്ക് ലഭിക്കാതെ പോയാൽ, ഇത്തരം ഒരു വെളിച്ചം, ഒരു ആത്മപ്രകാശം ഈ കേന്ദ്രങ്ങളിൽ നിന്ന്, പള്ളികളിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കാതെ പോയാൽ അതിന് പകരം നൽകാൻ മറ്റാർക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം അവിടെ സമാപിക്കുന്നത്. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു ഒരാൾക്ക് വെളിച്ചം നൽകുന്നില്ല എങ്കിൽ അവർക്ക് പകരം വെളിച്ചം നൽകാൻ ലോകത്ത് വേറെ ഒരു ഏജൻസിക്കും സാധിക്കുകയില്ല. സ്നേഹിതന്മാരെ, നീട്ടിപ്പറയുന്നില്ല, നാം ഈ വെളിച്ചം സിദ്ധിച്ചിരിക്കുന്ന, കൈവരിച്ചിരിക്കുന്ന ഭാഗ്യശാലികളിൽപ്പെട്ടവരാണ്. ഈ വെളിച്ചം നമ്മെ കൊണ്ട് നമ്മിൽ വെച്ച് അവസാനിക്കാൻ പാടില്ല. ആരെല്ലാമോ കൈമാറിയാണ് നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മോട് കൂടി ഈ ഉദാരതയും പ്രവാഹവും അവസാനിക്കാൻ പാടില്ല. ഇത് ഇനിയും തുടരേണ്ടതുണ്ട്. ഭൂമിയിൽ ജീവിക്കുന്ന, ഈ തലശ്ശേരിയിൽ ജീവിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെയും നീണ്ടു നിൽക്കുന്ന പ്രകാശമായി ഈ പള്ളിയിൽ നിന്നും കിട്ടുന്ന വെളിച്ചം തുടരുവാൻ സാധിക്കുകയാണെങ്കിൽ, ആ ചാക്രിക പ്രവർത്തനത്തിൽ ഒരു പങ്ക് വഹിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ഒരു മുസല്ലയായി അതല്ലെങ്കിൽ മറ്റു സഹായങ്ങളായി, ചെറിയ വഖഫുകളായി നാം അതിൽ പങ്കാളികളാവുകയാണെങ്കിൽ, നാം ആദ്യം പറഞ്ഞ പോലെ ഒരു ആജീവനാന്ത അനശ്വര പ്രവർത്തനമായി, മരണമില്ലാത്ത പ്രവർത്തനമായി അത് അള്ളാഹു സ്വീകരിക്കും എന്നത് ഉറപ്പാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ നല്ല മനസ്സുകൾക്ക്, ആ മനസ്സിലെ നല്ല ചിന്തകൾക്ക്, നമ്മുടെ നല്ല നല്ല വിചാരങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കുമുള്ള
ഒരു നിത്യ സ്മാരകമായി നാം ചെയ്തു വെക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുകയും ചെയ്യും. ആ വസ്തുക്കൾ, ആ കെട്ടിടം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി നാളെ സാക്ഷി പറയുകയും ചെയ്യും. ഭൂമിയിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും എവിടുന്നെങ്കിലും പ്രവർത്തിച്ചാൽ അത് അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും ഭൂമി ആളുകൾക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ഒരു രംഗം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി സംസാരിക്കുകയാണ്. എങ്ങനെയാണ് ഭൂമി സംസാരിക്കുക എന്നത് സ്വഹാബാക്കൾ ചോദിക്കുകയുണ്ടായി. ഈ രൂപത്തിലുള്ള വിശദീകരണമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നത്. ഭൂമിയുടെ പ്രത്യേകമായ കോണിൽ വെച്ച് ആരാരും കാണാതെ നാം ചെയ്യുന്ന ഒരു സൽപ്രവർത്തനം, ആരും സാക്ഷിയില്ല, രേഖപ്പെടുത്തിയിട്ടില്ല, റിപ്പോർട്ടിംഗ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ആ സൽപ്രവർത്തനം ഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരലോകത്ത് നമ്മോടൊപ്പം ആ ഭാഗം ഭൂമി കൂടെ വന്നുകൊണ്ട് സാക്ഷി പറയും. അത് മറിച്ചാണെങ്കിലും ഉണ്ടാകും. ആരാരും കാണാതെ നാം ചെയ്തിരിക്കുന്ന ഒരു തിന്മ എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ആരും കുറ്റവിചാരണ നടത്തുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ഭൂമി നമുക്കെതിരായിട്ട് പരലോകത്ത് ഈ വിഷയത്തിൽ സാക്ഷി പറയുമെന്നാണ് ഈ ആയത്തിന് വിശദീകരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആയതിനാൽ ഈ ചുരുങ്ങിയ സന്ദർഭം നമ്മുടെ എല്ലാ തരത്തിലുള്ള ഉദ്ദേശങ്ങളും നിർമ്മലമാക്കുകയും മനസ്സ് പൂർണ്ണമായും പവിത്രമാക്കുകയും ഇനി വരാനിരിക്കുന്ന നാളുകൾ 1000 മാസങ്ങളിൽ 1000 മാസങ്ങൾക്കുള്ള പ്രവർത്തനം ഒരൊറ്റ പ്രവർത്തനത്തിലൂടെ പ്രതിഫലം നേടാവുന്ന ഈ പുണ്യ ദിവസങ്ങളിലൂടെ ഇത്തരം ഒരു സംരംഭവുമായി നാം കൂട്ടുനിൽക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സും കരളും അതിനുവേണ്ടി നീക്കിവെക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുവരെ ചെയ്ത ഈ 11 മാസവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കാളും 10 മടങ്ങ് അല്ല 1000 മടങ്ങ് പ്രതിഫലം നമുക്ക് ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലൂടെ വാരിക്കൂട്ടുവാൻ പറ്റും. അത്തരത്തിലുള്ള നല്ല ചിന്തകളുമായിട്ട് ഈ സംരംഭത്തിന് സഹകാരികളാവുക, സഹായിക്കുക, കയ്യിൽ ഉള്ളതിനേക്കാളും മനസ്സിൽ നാം കരുതുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ ഈ സംരംഭം എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുമാറാവട്ടെ. ഇതിന് സഹായികളാവുന്ന, സഹകാരികളാവുന്ന, ഇതിൽ പങ്കാളികളാവുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹു അവന്റെ ബറക്കത്തും റഹ്മത്തും നമ്മിലും നമ്മുടെ കുട്ടികളിലും നമ്മുടെ കുടുംബത്തിലുമെല്ലാം നിരന്തരം വർഷിച്ചുകൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, അടുത്ത പരിപാടി നമ്മുടെ പ്രവർത്തന ഉദ്ഘാടനമാണ്. അതിന് ഈ പള്ളിയുടെ ഈ വശത്ത് വെച്ചിട്ടുള്ള കള്ളിൻ്റെ അടുത്തേക്ക് എല്ലാവരും നീങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ നിങ്ങളിത് ഏൽപ്പിച്ചിട്ടുള്ള ഫോം പൂരിപ്പിച്ച് ഇതിൻ്റെ ഭാരവാഹികളെ ഏൽപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. Inshallah.